ഹായ് മൈ ഡിയേഴ്സ്, ഇന്നിതാ ഒരു ബിരിയാണി കഥയാണ്. അപ്പം ഞാനും വർഷയും കൂടിയാണ് ബിരിയാണി വെക്കുന്നത്. അവളാണ് മെയിൻ ഷെഫ്, ഞാൻ കയ്യാളാണ്. അപ്പം ഞാനിന്ന് അവളെ കൈപ്പുണ്യൊക്കെ നമുക്കൊന്ന് അറിയണമല്ലോ, നമുക്ക് ടെസ്റ്റ് ചെയ്യാം. പിന്നെ ഈ ചിക്കൻ കാണുന്ന സമയത്ത് എനിക്ക് എൻ്റെ NSS ക്യാമ്പ് ആദ്യം തന്നെ ഓർമ്മ വരും. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ചിക്കൻ ഇങ്ങനെ ഈ പച്ച ചിക്കൻ ഇങ്ങനെ തൊടുന്നതും കഴുകുന്നതും ആ ഒരു ക്യാമ്പിൽ വെച്ചിട്ടാണ്. അന്നൊക്കെ എനിക്ക് ഭയങ്കര അറപ്പായിരുന്നു. ഇപ്പോൾ പിന്നെ ചിക്കൻ കഴുകുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഞാൻ ചിക്കൻ കഴുകുമ്പോഴേക്കും അവളവിടെ അതിനുവേണ്ട ഉള്ളി തക്കാളിയൊക്കെ സെറ്റാക്കുന്നുണ്ട്. പിന്നെ അരിയൊക്കെ അളന്നിടുന്നുണ്ട്. എനിക്ക് എപ്പം ഞാനിങ്ങനെ ബിരിയാണി മന്തിയൊക്കെ വെക്കുന്ന സമയത്ത് ഈ അരിയിട്ട് വെള്ളം ഒഴിക്കുന്നിടത്താണ് എനിക്കൊരു ചെറിയൊരു പ്രശ്നം പറ്റുക. അപ്പോൾ അതൊക്കെ ആദ്യം സെറ്റാക്കി വെച്ചു. പിന്നെ നമ്മൾ ആരെയും വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. കുറച്ച് ഉള്ളി കൊടുത്ത അമ്മമ്മനെ അവിടെ ഇരുത്തി ഈ വെളുത്തുള്ളിയൊക്കെ നിറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ ചെയ്യുമ്പോഴേക്കും ഞാനിത് അരി കഴുകി ചിക്കൻ കഴുകി അങ്ങനെ അരി കഴുകി ഊറ്റാൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. ഇവളാണ് ഇവിടെ തകൃതിയായിട്ട് ഇഞ്ചി വെളുത്തുള്ളി മറ്റേ തക്കാളി ഉള്ളി എന്നൊക്കെ പറഞ്ഞവരെല്ലാം ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് സെറ്റപ്പാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് പണിയെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഞാൻ പണിയെടുക്കുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് എടുക്കുന്നതാണ് ഇഷ്ടം. വർത്തമാനം പറയാൻ ആരെങ്കിലും വേണം, പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് പണിയെടുക്കുന്നത് ഇഷ്ടം. പക്ഷേ ഇന്ന് നമ്മളല്ലല്ലോ താരം, വർഷയാണല്ലോ. അങ്ങനെ അതിന് ശേഷം നമ്മൾ എന്താക്കി, വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ പച്ചമുളക് ഇതൊക്കെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചു. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില വേണം. പിന്നെ എനിക്ക് ഓർമ്മ വന്നേ, അങ്ങനെ മല്ലിയില വേഗം കഴുകിയെടുത്തിട്ട് മല്ലിയിലയും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. എന്നിട്ട് അതെല്ലാം കൂടെ മിക്സിൻ്റെ ജാറിലിട്ട് ഒരു രണ്ട് കറക്കം മതി. അപ്പോഴേക്കും അതിലൂടെ അരഞ്ഞ് പേസ്റ്റായി ചമ്മന്തിക്കുട്ടനായി വന്നോളും. അപ്പോൾ അതെല്ലാം അങ്ങനെ അരച്ചതായി ഇങ്ങനെ മാറ്റി വയ്ക്കുക. അതിന് ശേഷം അത് അവളവിടെ ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് നമ്മളെ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് ആദ്യം വാട്ടിയെടുക്കണമല്ലോ നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള സാധനങ്ങൾ. അപ്പം അതിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പം നമ്മളെ പാത്രം ചൂടായി വന്നപ്പോഴേക്കും നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. ഇത് ചൂടാവാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്കിങ്ങനെ പെട്ടെന്ന് കഴിയണം. അപ്പോൾ പിന്നെ അത് ചൂടാവുന്ന വരെ അതിനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കുന്നു. അങ്ങനെ അത് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് എന്തായാലും നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ മുന്തിരി ഇങ്ങനെ ഈ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ഒരു ബോൾ പോലെ അത് ഭയങ്കര സാറ്റിസ്ഫൈങ് അല്ലേ. അതെനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. നമ്മൾ ഈ പായസത്തിലൊക്കെ ഇടുമ്പോൾ അങ്ങനെ അതിങ്ങനെ പൊന്തി ഉണ്ടയായിട്ട് വരൂലേ. പിന്നെ അതടുത്ത് അതിലേക്ക് ഇടുമ്പോൾ അതങ്ങ് പ്ലിക്ക് ആവുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ആ ഉണ്ട പോലെ നിൽക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. അങ്ങനെ അത് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാവാത്തതുകൊണ്ടാണ് കേട്ടോ അത് കുറച്ച് ഡിലേ ആവുന്നത്. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുന്തിരി കുട്ടന്മാരൊക്കെ നല്ല ഉണ്ടാപ്പികളായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ നന്നായിട്ട് വഴറ്റി വെച്ച മുന്തിരിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് ഡെക്കറേഷൻ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും മാത്രം പോരല്ലോ, കുറച്ച് നമ്മൾ മൊരിയിച്ചെടുത്തിട്ടുള്ള ഉള്ളി വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് അവൾ അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ നമ്മൾ അടിച്ച് മാറ്റിയിട്ടല്ല പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സൊക്കെ നമ്മൾ ചിക്കനിലേക്ക് തേച്ചിട്ട് അതിലേക്ക് കുറച്ച് തൈരും ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങനെ പുരട്ടി കുളിപ്പിച്ചെടുക്കണം. മസാലയിൽ ആ ചിക്കനെ കംപ്ലീറ്റ് നമ്മളിങ്ങനെ പുരട്ടി മിക്സ് ചെയ്തെടുത്ത് വെച്ചു. പിന്നെ ഇങ്ങനെ ആക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഇങ്ങനെ നമ്മൾ നോക്കണം കേട്ടോ പാകത്തിന്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതുപോലെ തന്നെ കരിയിച്ച ഉള്ളി അല്ലെങ്കിൽ മൊരിയിച്ച ഉള്ളി അതൊക്കെ അവിടെ സെറ്റാണ്. അങ്ങനെ ചിക്കൻ നന്നായിട്ട് പുരട്ടി ഞാൻ ഉപ്പിപ്പോഴാണ് ഇടുന്നത്. ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തേക്കും ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഈ ഒരു പേസ്റ്റ് എത്തണം. അങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് അത് ഞാൻ നന്നായിട്ട് മസാല തേച്ചൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു. ഇനി നമുക്ക് വേഗം ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഗ്രേവിക്കുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് അവളാണ് ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ വാറ്റി ഉള്ളി മറ്റേ വെളിച്ചെണ്ണ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നിങ്ങൾക്കറിയാമല്ലോ ഉള്ളിയൊക്കെ വാട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ വെളിച്ചെണ്ണ ഇട്ട് അതിലേക്ക് ഉള്ളിയൊക്കെ വാട്ടി വരുമ്പോഴേക്ക് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എവിടെ കിട്ടിയാലും നമുക്കിങ്ങനെ വീഡിയോസൊക്കെ എടുക്കണമല്ലോ. അങ്ങനെ അതൊക്കെ എടുത്തു. പിന്നെ അതിലേക്ക് ഉള്ളി വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഇട്ടാൽ പെട്ടെന്ന് വാടിക്കിട്ടു കേട്ടോ. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, തക്കാളി അങ്ങനെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി അതൊരു സെറ്റായി വരുമ്പോൾ നമ്മൾ ഈ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടി അതിലേക്ക് ഇട്ടതിന് ശേഷം അടച്ച് വെച്ചിട്ട് അങ്ങ് വേവിക്കാൻ അതിനെ വിടുക. പിന്നെ ഇതിലേക്ക് സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ. ഫസ്റ്റ് നമ്മൾ ആ ഒരു ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെ അങ്ങ് കിടന്ന് വെന്തോട്ടെ. പിന്നെ സിമ്മിലിട്ടിട്ട് ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോഴേക്കും ഞാനിവിടെ തൈരിൻ്റെ പണികൾ നടത്തി. ഇതിൽ നമ്മൾ പച്ചമുളക് മല്ലിച്ചെപ്പ് അതുപോലെ തന്നെ തക്കാളി ക്യാരറ്റ് ഉള്ളി ഉപ്പ് ഇതൊക്കെ കൂടെ ഇട്ട് അങ്ങ് സെറ്റാക്കി വെച്ചതാണ്. അപ്പോഴേക്കും അവിടെ ചിക്കനൊക്കെ സെറ്റായി വരുന്നുണ്ട്. അങ്ങനെ അതവിടെ മൂടി വെക്കാം വെന്തോട്ടെ.
പിന്നെ നമുക്ക് വേഗം ചോറ് റെഡിയാക്കണം. ചോറ് റെഡിയാക്കാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് പിന്നെ അതിൽ എന്താ പറയുക വെള്ളമൊക്കെ ഒഴിച്ച് അതിൽ നമ്മൾ ഈ ഗ്രാമ്പൂ അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇല്ലേ, ഏലക്കായ അതൊക്കെ ഇട്ടിട്ട് വെള്ളം ഒന്ന് തിളയ്ക്കാൻ വെച്ചു. ഒരു കളറിന് വേണ്ടി വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്കിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് കിച്ചൺ ഇങ്ങനെ ക്ലീൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ചോറൊക്കെ ആകുമ്പോഴേക്കും ഞാനൊരു ഭാഗത്ത് കിച്ചൺ കംപ്ലീറ്റ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള അരിയും അതിലേക്ക് ഇട്ടിട്ട് മൂടി വയ്ക്കുക. അരി കുറച്ച് നേരം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് അരി മൂടി വെക്കുക. അപ്പോൾ ഇടയ്ക്കൊന്ന് വേവ് വന്ന് നോക്കിയാൽ മതി. അങ്ങനെ വേവാൻ വെച്ച അരിയൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്കിവിടെ ചോറായി കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ദമ്മിടുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ലെയറാക്കി നമുക്കത് സെറ്റപ്പ് ചെയ്ത് വെക്കണം. അത് അവളിവിടെ ഭംഗിയായി ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ചിക്കൻ ഇട്ടു, മുകളിൽ കുറച്ച് ചോറിട്ടു, പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡെക്കറേഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ഉള്ളി അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ അതിൻ്റെ മേലെ തൂക്കി കൊടുത്തു. പിന്നെ വീണ്ടും അതൊരു ലെയർ ചിക്കൻ ഇട്ടു, പിന്നെ അരി ഇട്ടു, ചോറിട്ടു, പിന്നെ അങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ട് അങ്ങനെ ദമ്മിട്ട് വെച്ചു. പക്ഷെ ഒരുപാട് നേരമൊന്നും ദമ്മിട്ട് വെച്ചില്ല കേട്ടോ. ആർക്കും ക്ഷമയില്ലായിരുന്നു. എല്ലാവരും വിശന്നൊരു സമയം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി. വലിയ കുറ്റം പറയാനുള്ള ഇതൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഡെക്കറേഷൻ ചെയ്ത് വെച്ച് കണ്ടാൽ തന്നെ അറിയാമല്ലോ സൂപ്പറാണെന്നുള്ളത്. അങ്ങനെ നമ്മളെല്ലാവരും പ്ലേറ്റിലേക്ക് തട്ടി കഴിച്ചു. ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, ലവ് യു.